സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. 16 വയസ്സുകാരൻ 6 വയസ്സ്, 8 വയസ്സ്, 11 വയസ്സുള്ള 3 കുട്ടികളെ തല്ലിയിട്ട് റിലീജിയസ് സ്ലോഗൻ പറയിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ ഇത് നടന്നത് മധ്യപ്രദേശിലാണ്, ഭോപ്പാലിലെ. അതിനെ ആസ്പദമാക്കിയിട്ട് പോലീസ് ഈ 16കാരന്റെ പേരിലും അതുപോലെ തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത 14 വയസ്സുകാരന്റെ പേരിലും കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏത് റിലീജിയസ് സ്ലോഗൻ ആണെന്ന് പറയാനല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന ഒരു പർപ്പസ് എന്ന് പറയുന്നത് അധിക പേരും ഇത് കണ്ടു കഴിഞ്ഞാൽ ലീവ് ചെയ്യും. കാരണം ഇത് മധ്യപ്രദേശിൽ നടന്നതല്ലേ, നമുക്കെന്താ കാര്യമില്ല. എന്നാൽ ഇത് ഇന്ത്യയിൽ നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ ഒരു കാരണവശാലും റിലീജിയസ്, കാരണം ഒരു 16 വയസ്സുകാരനും 14 വയസ്സുകാരനാണ് ഈ ചെറിയ കുട്ടികളെ തല്ലിയിട്ട് എന്ത് പറയുന്നത് റിലീജിയസ് സ്ലോഗൻ പറയിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ കുട്ടികളിലും എന്താണ് റിലീജിയസ് എന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് അതിരൂക്ഷമാണ്. റിലീജിയസ് ഒക്കെ വേണ്ടത് തന്നെയാണ്. എന്നാൽ ഒരു കാരണവശാലും ഈ റിലീജിയസ് നമ്മൾ ഒരു കുട്ടിയെ നമ്മുടെ മതത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അതേ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഈ കുട്ടികളെ മറ്റു മതസ്ഥരെ എങ്ങനെ സ്നേഹിക്കണം എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം പോകും. കാരണം നമ്മളെ കുട്ടികൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയ കാര്യം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ പേരിലും പള്ളിന്റെ പേരിലും ഒക്കെ ആൾക്കാർ തമ്മിൽ അടികൂടുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികൾ കൂടുതൽ വൾനറബിൾ ആണ്. കാരണം സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ എങ്ങനെ മറ്റു മതസ്ഥരെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. അതുപോലെ തന്നെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലമാണ് ഡ്രഗ്സ് യൂസ് എന്ന് പറയുന്നത്. കാരണം സ്കൂൾ സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ആവട്ടെ അധിക പേരും ഇപ്പോൾ ലഹരിയുടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഇപ്പോൾ നമ്മുടെ GDP അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡെവലപ്പിംഗിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ എല്ലാം ഡൗണിലാണ്. മെയിൻ കാരണം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ, അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ അവിടുത്തെ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതപരമായിട്ടുള്ള അടിപിടികളും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഉള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന റിയൽ പ്രോബ്ലംസ് നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇത്. കാരണം നമ്മൾ റിലീജിയസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിന്നിട്ട് അതിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇടയിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഒരു ദളിതനെ കൊന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെയും ന്യൂസ് കാര്യമായിട്ട് കണ്ടിട്ടില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം അതിന് അത്ര ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ. കാരണം ഒരു ദളിതനെ കൊന്നു ഇപ്പൊ അല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ സ്ട്രിഞ്ചന്റ് ലോസ് വരെ ഈ ദളിത്സിനെ കൊന്നു കഴിഞ്ഞാൽ ഉണ്ട്, അതായത് ഹെവി പണിഷ്മെന്റ്സ് ഉണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് വീണ്ടും ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ലോ ഉണ്ട്, പക്ഷെ ആ ലോ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നില്ല എന്നൊരു കാരണം കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ ഫോക്കസ് ചുമത്താതെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതായത് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് പോകാനുള്ള സാധ്യത, ഡെവലപ്ഡ് കൺട്രീസിലേക്ക് മാറാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കാരണം ഇഷ്യൂസസ് ഒക്കെ സ്റ്റിൽ അവിടെ തന്നെ പ്രിവൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിനു വേണ്ടി, അതായത് എല്ലാവരും സന്തോഷത്തിലും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ പറ്റുകയുള്ളൂ. കാരണം എല്ലാവരുടെയും കോപ്പറേഷൻ ഒരുപോലെ വേണം, എന്നാലേ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് ഉയരാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ പരസ്പരം തല്ലുകയാണ്. എന്നാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് മതമാവട്ടെ, ഇസ്ലാം ആവട്ടെ, ഹിന്ദു ആവട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആവട്ടെ, ഏതുമാവട്ടെ, പാർസി, ജ്യൂസ്, സിഖ്, ഏതുമാവട്ടെ, എല്ലാ റിലീജിയൻസിലും പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റു മതസ്ഥരെ നമ്മൾ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം. എന്നാൽ അതിപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ആ ഒരു കാര്യം എല്ലാ കുട്ടികളെയും നിങ്ങൾ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.